സൗഖ്യവും ശാന്തിയും സമാധാനവും പകർന്നിടും യേശുവിൻ നാമത്താൽ. ബൈബിൾ ടുഡേ, ബൈബിൾ ടുഡേ, ബൈബിൾ ടുഡേ, ബൈബിൾ ടുഡേ, ബൈബിൾ ടുഡേ, ബൈബിൾ ടുഡേ. ശാപത്തെ നീക്കിടും യേശുവിൻ രക്തത്താൽ. പാപത്തെ മായ്ക്കും പാവന സ്നേഹം നൽകിടും. ശിക്ഷയെ മാറ്റിടും നിത്യരക്ഷയെ നൽകിടും. മരണത്തെ നീക്കിടും നിത്യജീവനെ നൽകിടും. നിരാശയെ നീക്കിടും കാൽവരിയാകത്താ. യേശുവിൻ നാമത്താൽ. ഞാൻ പാസ്റ്റർ നോബൽ പി തോമസ്. ഇത് ബൈബിൾ ടുഡേ. ഈ എപ്പിസോഡിൽ ഈ സ്ക്രീനിന് മുമ്പിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുകയും പ്രയർ ലൈനിൽ ഞങ്ങളെ വിളിക്കുകയും ചെയ്ത എല്ലാവരോടുമുള്ള വന്ദനം, നന്ദി അറിയിക്കുന്നു. ഈ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുക. ലോകമെമ്പാടുമുള്ള അനേക ദൈവമക്കളെ ഇതിൻ്റെ പിൻപിൽ പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷയെ കരുതുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രിയരായവർ, നിങ്ങളുടെ സ്നേഹിതർ, മറ്റ് ബന്ധുമിത്രാദികളെ ബൈബിൾ ടുഡേ പ്രോഗ്രാം കാണുവാൻ വിശേഷാൽ ഉത്സാഹിപ്പിക്കുവാൻ ഞാൻ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയാണ്. ഇന്ന് ഈ എപ്പിസോഡിലൂടെ സ്വർഗത്തിലെ ദൈവം നമ്മോട് സംസാരിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദാവീദ് ഇങ്ങനെ സങ്കീർത്തന പുസ്തകത്തിൽ പാടുന്നു, ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്. നാം നടക്കേണ്ടുന്ന പാതയിൽ, നാം ചലിക്കേണ്ടുന്ന വഴിയിൽ ഇരുള് മാറ്റി, അന്ധകാരം മാറ്റി പ്രകാശമാനമായൊരു പാതയിലേക്ക് നയിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവത്തിൻ്റെ വചനം നമ്മെ നിരന്തരം വഴി നടത്തുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ 18-ാം സങ്കീർത്തനം അതിൻ്റെ 28 മുതലുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരനിങ്ങനെ പ്രാർത്ഥിക്കുന്നു, പാടുന്നു. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാനമാക്കും. ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു. അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ മുമ്പിൽ നമ്മുടെ സുഗമമായ യാത്രയ്ക്ക് തടസ്സമായുള്ള മേഖലകളിൽ ചാടിക്കടക്കേണ്ട മതിലുകളുണ്ട്, നാം തകർക്കേണ്ട പടക്കൂട്ടങ്ങളുണ്ട്. ഓടി വരുന്ന ഒരു ഓട്ടക്കാരന് തൻ്റെ മുമ്പിലുള്ള തടസ്സങ്ങൾ ന്യായമായി മറ്റു സഹായങ്ങളൊന്നുമില്ലാതെ ചാടാൻ കഴിയും. പക്ഷേ മുമ്പിലുള്ള മതിലിൻ്റെ പൊക്കമനുസരിച്ച് അവൻ ഓട്ടത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കണം. എത്രയും പിന്നിലേക്ക് പോയിട്ട് വേണം ശക്തിയോട് ഓടി വരുവാൻ. എങ്ങനെയാണ് ആ ശക്തി നാം ആർജിക്കുന്നത്? തൻ്റെ കണ്ണ് കാണാം എന്നുള്ളത് കൊണ്ടാണ് ആ ശക്തി താൻ ആർജിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ക്രിസ്തീയ യാത്രയുടെ മുമ്പിലേക്കുള്ള ഗമനങ്ങളിൽ വിവിധ മേഖലകളിൽ ശാരീരിക, മാനസിക, സാമ്പത്തിക, ആത്മമണ്ഡലങ്ങളിൽ നമ്മെ തടുക്കുന്ന മതിലുകളുണ്ട്, നമുക്കെതിരെ നിൽക്കുന്ന പടക്കൂട്ടങ്ങളുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. പക്ഷേ അതിനു മുമ്പ് എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാനമാക്കും. ദൈവം എൻ്റെ ദീപത്തെ കത്തിക്കും. ഇരുളിൽ ഉള്ള ഒരു യുദ്ധത്തെക്കാൾ വെളിച്ചത്തിലുള്ള ഒരു യുദ്ധം വിജയിക്കുന്ന യുദ്ധമാണ്. നാം ഇരുളിൻ്റെ ഒരു ലോകത്തിലായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വചനം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം നാം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ്. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം അത് നമ്മെ പഠിപ്പിക്കുന്നു. ഇതെല്ലാം അർത്ഥമാക്കുന്നത് നമ്മുടെ മുമ്പിൽ, നാം മുമ്പിലേക്ക് ഓടുന്ന ഓട്ടത്തിൽ, നമ്മുടെ പോരാട്ടത്തിൽ ജയിപ്പാൻ, ചാടിക്കടക്കുവാൻ, മതിലുകളെ ചാടിക്കടക്കുവാൻ, പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുവാൻ, ശത്രു സൈന്യത്തിൻ്റെ വലിപ്പമറിയാൻ, മതിലുകളുടെ വലിപ്പമറിയാൻ ദൈവത്തിൻ്റെ ദീപത്തെ കത്തിക്കും. ഏതാണ് ആ ദീപം? സങ്കീർത്തനക്കാരൻ പറയുന്നു, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപമാണ്, നിൻ്റെ വചനം എൻ്റെ പാതയ്ക്ക് പ്രകാശമാനമാണ്. ഇതുപോലെയുള്ള ചാനലുകൾ, വിശേഷാൽ ഹാർവസ്റ്റ് ചാനലിൽ നിരന്തരമായി ദൈവവചനത്തിൻ്റെ പ്രഘോഷണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവമക്കളാണ് ഈ സ്ക്രീനിന് മുമ്പിൽ ഇപ്പോൾ ഉള്ളത്.
ദൈവവചനം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശാരീരിക മേഖലയിൽ, സാമ്പത്തിക മണ്ഡലങ്ങളിൽ, ആത്മമണ്ഡലങ്ങളിലുള്ള ശക്തിയേറിയ യുദ്ധക്കളത്തിൽ, പോരാട്ടങ്ങളിൽ ജയിക്കേണ്ടുന്നതിനാവശ്യമായ ഊർജം നമ്മിലേക്ക് പകരുന്നത് ദൈവവചനത്തിൻ്റെ ദീപം, വചനമാകുന്ന പ്രകാശം നമ്മുടെ മുമ്പിൽ ദൈവം തെളിയിക്കുമ്പോഴാണ്. ഉറപ്പായിട്ട് ഞാൻ വാക്ക് തരുന്നു, ദൈവവചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകയാൽ നമ്മുടെ മുമ്പിൽ നമുക്കുള്ളവർക്ക് നേരെ, നമുക്കുള്ളതിന് നേരെ ഉയർന്നു നിൽക്കുന്ന മതിലിൻ്റെ വലിപ്പമറിഞ്ഞ്, പടക്കൂട്ടത്തിൻ്റെ ശക്തി അറിഞ്ഞ്, അതിനെ പ്രതിരോധിക്കാൻ ശക്തിയോടെ അതിന് നേരെ പാഞ്ഞു ചെല്ലുവാൻ ആവശ്യമുള്ള ബലം പകരുന്നത് ദൈവവചനമാകുന്ന വെളിച്ചമാണ്. ആ വെളിച്ചം നമ്മുടെ മേൽ ദൈവം പകരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ എപ്പിസോഡിൽ അവിടുത്തെ മക്കളുമായി ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ അനുഗ്രഹിക്കപ്പെട്ട പദവിക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്രതീക്ഷിതമായിട്ടല്ല ഈ സ്ക്രീനിന് മുമ്പിൽ അങ്ങയുടെ മക്കൾ ആയിരിക്കുന്നത്. മതിലേതാണെന്നറിയാതെ, പടക്കൂട്ടത്തിൻ്റെ ശക്തി അറിയാതെ പതറിയിരിക്കുന്ന ജനത്തിൻ്റെ മേൽ ഇന്ന് പകൽ ഈ വചന കേൾവി നിമിത്തം വചനം അവരുടെ കാലുകൾക്ക് ദീപവും, ദൈവത്തിൻ്റെ വചനം അവരുടെ പാതയ്ക്ക് പ്രകാശവുമായി തീരട്ടെ. ഇരുട്ടിൽ അന്ധമായി അറിയാതെ യുദ്ധം ചെയ്യുന്ന ഒരു പടയാളിയായിട്ടല്ല, ദൈവവചനമാകുന്ന ദീപം കത്തിക്കപ്പെട്ട് ശത്രുവിനെ തിരിച്ചറിഞ്ഞ് യുദ്ധം ചെയ്യാൻ, അവൻ്റെ ശക്തി മനസ്സിലാക്കി യുദ്ധം ചെയ്യുവാൻ ദൈവത്തിൻ്റെ അഭിഷേകം ദൈവവചന ശ്രവണത്തിലൂടെ ഇന്ന് പകലിൽ അവിടുത്തെ മക്കളിലേക്ക് സ്വർഗത്തിലെ ദൈവം പകരണമേ. അവിടുത്തെ മക്കളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇരുളിൽ വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് വ്യാപരിച്ച ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം വ്യാപരിക്കേണ്ടതിന് ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇരുളിൽ വെളിച്ചം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് വ്യാപരിച്ച ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം ഹൃദയങ്ങളിൽ പ്രകാശിക്കട്ടെ. അത് സംഭവിക്കട്ടെ, പ്രാപിക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് പകലത്തെ ദൈവവചന യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം മുതൽ ഞാൻ ചിന്തകൾക്കായി വായിക്കുന്നു. യെരൂശലേമിൽ ആട്ടിൽവാതിക്കൽ ബെഥെസ്ദ എന്ന് എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, പിന്നെ വലിയൊരു കൂട്ടം വെള്ളത്തിന് ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്തൊരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏതു വ്യാധി പിടിച്ചവനായിരുന്നാലും അവനെ സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിൻ്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. സുപരിചിതമായ വേദഭാഗത്തിലേക്ക് നാം ഇന്ന് കടന്നു വന്നിട്ടുള്ളത്. എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് നൽകുന്ന ചിന്ത, യേശു കർത്താവിൻ്റെ മിനിസ്ട്രിയിൽ തൻ്റെ ഐഹിക ജീവകാലഘട്ടത്തിൽ 3.5 വർഷം താൻ ശുശ്രൂഷ ചെയ്തപ്പോൾ കർത്താവിൻ്റെ അരികിലേക്ക് സൗഖ്യത്തിന് വേണ്ടി വന്ന വലിയൊരു കൂട്ടമുണ്ട്. എന്നാൽ ചുരുക്കം ചിലരെ മറ്റുള്ളവർ നിർബന്ധിച്ച് യേശു കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. എന്നാൽ നാം ഈ വായിച്ച യോഹന്നാൻ 5:2 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ അരികിലേക്ക് വന്ന ഒരു രോഗിയുടെ കാര്യമല്ല പറയുന്നത്, എടുത്തുകൊണ്ട് വന്ന ഒരു രോഗിയുടെ കാര്യമല്ല പറയുന്നത്. ഒരു രോഗിയെക്കുറിച്ച് കർത്താവ് അറിഞ്ഞിട്ട് അവനുള്ള സ്ഥലത്തേക്ക് യേശു ചെന്ന് അവനോട് ചോദിക്കുകയാണ്, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? യേശു കടന്നു ചെല്ലുന്ന സ്ഥലം ബെഥെസ്ദ എന്ന് പറയുന്ന ഒരു കുളത്തിൻ്റെ കരയാണ്. അത് യെരൂശലേമിലാണ്. വചനം പറയുന്നു, യെരൂശലേമിൽ ആട്ടുവാതുക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അവിടെയുള്ള പ്രത്യേകത, അതത് സമയത്ത് ദൈവത്തിൻ്റെ ഒരു ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ ഏത് വ്യാധി പിടിച്ചവനായാൽ, കുരുടനാകാം, മുടന്തനാകാം, ക്ഷയരോഗിയാകാം,
പലവിധ വ്യാധികളാൽ ഭാരപ്പെടുന്നവരായിരിക്കാം, മെഡിക്കൽ സയൻസ് കണ്ടുപിടിക്കാത്ത രോഗമുള്ളവനായിരിക്കാം. ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്ന രോഗി സൗഖ്യം പ്രാപിക്കാം. അതിനൊരു ക്രമമുണ്ട്. 38 വർഷമായിട്ട് നാം ഈ വായിച്ച വേദവചനത്തിലുള്ള രോഗി ആ കുളക്കരയിലുണ്ട്. അതിലെത്രയോ മുമ്പേ ആ കുളവുമുണ്ട്, അവിടെ ഈ ക്രമീകരണമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ എനിക്കറിയില്ല. എന്നാൽ ഈ മനുഷ്യൻ്റെ അരികിലേക്ക് യേശു വന്ന് അവനോട് ചോദിക്കുകയാണ്, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? യേശു കർത്താവ് തൻ്റെ 30ാമത്തെ വയസ്സിലാണ് ഇവൻ്റെ അരികിലേക്ക്, അതായത് കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ച സമയം 30ാമത്തെ വയസ്സിൽ തന്നെ മിനിസ്ട്രി ആരംഭിക്കുന്നു. താൻ 30ാമത്തെ വയസ്സിൽ മിനിസ്ട്രി ആരംഭിച്ച സമയത്താണ് ഈ രോഗിയുടെ അടുത്ത് വന്നതെങ്കിൽ യേശു ജനിച്ചതിനേക്കാൾ 8 വർഷം മുമ്പ് ഇവൻ ഈ കുളക്കരയിലുണ്ട്. യേശു തൻ്റെ 33ാമത്തെ വയസ്സിലാണ് ഈ രോഗിയുടെ അടുത്ത് വന്നതെങ്കിൽ യേശു ജനിച്ചതിൻ്റെയും 5 വർഷം മുമ്പ് ഇവനിവിടെ കിടപ്പ് തുടങ്ങി. പ്രിയപ്പെട്ട പിതാവേ, പ്രിയ മാതാവേ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആയിരിക്കുന്ന പ്രശ്നത്തിൻ്റെ വ്യാപ്തി, നിങ്ങളായിരിക്കുന്ന രോഗത്തിൻ്റെ ദൈർഘ്യം എത്ര വർഷമായി എന്നുള്ളത് ദൈവത്തിനൊരു പ്രശ്നമേ അല്ല. സാധാരണ നാം ഒരു ഡോക്ടറെ സമീപിച്ചാൽ ആദ്യത്തെ ഒരു ചോദ്യമാണ്, എത്ര വർഷമായി ഇത് ആരംഭിച്ചിട്ട്, അല്ലെങ്കിൽ എത്ര നാളായിട്ട് ഈ ലക്ഷണം നിങ്ങളിൽ കാണുന്നു. സാധാരണഗതിയിൽ മെഡിക്കൽ സയൻസിൻ്റെ ഒരു വിധിയുണ്ട്, ഇതിൻ്റെ ഫൈനൽ സ്റ്റേജായി, ഇതിൻ്റെ ഒരു കുറച്ചും കൂടെ മുമ്പിലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സഹായിക്കാമായിരുന്നു. സിംബോളിക് സ്റ്റോറി ഇങ്ങനെയുണ്ട്. നടന്നൊരു കഥയല്ല. ഒരിക്കൽ മെഡിക്കൽ കോളേജിൻ്റെ മെയിൻ ഗേറ്റിൽ വെച്ചൊരു ആക്സിഡൻ്റ് ഉണ്ടായി. 5 മിനിറ്റിനുള്ളിൽ ഗുരുതരമായി പരിക്കേറ്റ ആളെ കാഷ്വാലിറ്റിയിൽ എത്തിച്ചു. ഡോക്ടർമാർ വലിയൊരു സംഘം പെട്ടെന്ന് ആ രോഗിയെ പരിശോധിച്ചു. പരിക്കേറ്റവനെ വന്ന് ട്രീറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചു. ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. പക്ഷേ ആ പരിക്കേറ്റ ആളെ രക്ഷിക്കാൻ ആ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല. ഡോക്ടർമാരുടെ സംഘം ഇങ്ങനെയാണ് കൊണ്ടുവന്നവരോട് പറഞ്ഞത്, ഒരു 10 മിനിറ്റ് മുമ്പ് കൊണ്ടുവരുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇയാളെ രക്ഷിക്കാമായിരുന്നു. ഉടനെ കൊണ്ടുവന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, 10 മിനിറ്റ് മുമ്പ് ഈ മനുഷ്യൻ ആക്സിഡൻറ്റ് ആയിട്ടേ ഇല്ല, ഈ ആക്സിഡൻറ്റ് നടന്നിട്ട് തന്നെ ആകെ 5 മിനിറ്റ് ആയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, സമയം ഒരു പ്രശ്നമാണ്. ഇന്ന് ഈ സ്ക്രീനിന് മുമ്പിൽ സമയം പോയി, കഴിഞ്ഞു പോയി, ഇത്ര വർഷം പഴക്കമായി, അതിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജായി, ഇനിയും രക്ഷയില്ല, അല്പം കൂടെ മുമ്പേ പറയുമായിരുന്നെങ്കിൽ സഹായിക്കാമായിരുന്നു, ഡേറ്റ് കഴിഞ്ഞു പോയി, ഇനിയും ആ മരുന്ന് ആ ശരീരത്തിൽ ഏൽക്കാൻ കഴിയില്ല, ഇനി മെഡിക്കൽ സയൻസിന് ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല, സമയത്തിൻ്റെ പരിമിതി കഴിഞ്ഞു. ഇങ്ങനെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സമയത്തിന് അതീതനായ, കാലങ്ങളെയും സമയങ്ങളെയും സൃഷ്ടിച്ച, സൂര്യനെയും ചന്ദ്രനെയും ഗോളങ്ങളെയും സൃഷ്ടിച്ച അത്ഭുതങ്ങളുടെ ദൈവം സമയത്തിന് അതീതമായി ഇന്നൊരു അത്ഭുതം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇവൻ 38 ആണ്ടായിട്ട് രോഗം പിടിച്ച് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയ കാര്യമാണ്. യേശു കർത്താവിന് ഇതൊരു വിഷയമല്ല. എന്നാൽ പൈശാചിക ശക്തികൾ അവരുടെ ഒരു കോട്ട പണിയുവാൻ വർഷങ്ങളെടുക്കാറുണ്ട്. ചില ഭവനങ്ങളിൽ ശാപശക്തികളാൽ, വിവിധ പാരമ്പര്യ ശക്തികളാൽ, ആഭിചാരത്താൽ, ദുർമന്ത്രവാദത്താൽ ദീർഘവർഷങ്ങളായി ഒരേ രോഗത്തിന് അടിമകളായവരുള്ള വീടുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ആ രോഗം അവർക്ക് വന്നിട്ട് അനേക വർഷങ്ങളായി, അവരുടെ അപ്പനും അപ്പപ്പൂപ്പനും അതുണ്ടായിട്ടുണ്ട്. ദീർഘവർഷങ്ങളായി തലമുറകളായി വ്യാപരിക്കുന്ന രോഗത്തിൻ്റെ ബന്ധനങ്ങൾ, ശാപശക്തികൾ, വിവിധ മേഖലയിലെ കെടുതികൾ, അത് വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി, പതിറ്റാണ്ടുകളായി കുടുംബത്തെ അമർത്തി വച്ചിരിക്കുകയാണ്. എരിഹോ കോട്ട പണിയുവാൻ ആ ജാതീയ ശക്തിക്ക് ദീർഘവർഷങ്ങൾ എടുക്കേണ്ടി വന്നു. പക്ഷേ അത് ഇടിച്ചിടാൻ സ്വർഗത്തിലെ ദൈവത്തിന് വെറും 7 ദിവസം മതിയായിരുന്നു. കുറച്ചും കൂടെ കാര്യമായി പറഞ്ഞാൽ 6 ദിവസം ആ മതിലിന് ചുറ്റും ഇസ്രായേൽ ഓരോ പ്രാവശ്യം ചുറ്റുകയും 7-ാം ദിവസം 7 തവണ ചുറ്റുകയും 7-ാം തവണ ഇസ്രായേൽ മക്കൾ എരിഹോ കോട്ട ചുറ്റുമ്പോൾ 7-ാമത്തെ തവണ പുരോഹിതന്മാർ കാഹളമൂതുമ്പോൾ ജനം ഒരുമിച്ച് ദൈവത്തിന് ആർപ്പിട്ട സമയത്താണ് ആ മതിൽ വീഴുവാനിടയായിത്തീർന്നത്. എന്ന് പറഞ്ഞാൽ പിശാച് കെട്ടിയ ഒരു കോട്ട, അത് രോഗത്തിൻ്റെ കോട്ടയാണെങ്കിലും, ശാപത്തിൻ്റെ കോട്ടയാണെങ്കിലും, മാനസിക പിരിമുറുക്കത്തിൻ്റെ കോട്ടയാണെങ്കിലും, കടഭാരത്തിൻ്റെ കോട്ടയാണെങ്കിലും, ആഭിചാരം കൊണ്ട് കെട്ടിയതാണെങ്കിലും, ദുർമന്ത്രവാദം കൊണ്ട് കെട്ടിയതാണെങ്കിലും, പാരമ്പര്യ ശക്തികൾ കെട്ടിയതാണെങ്കിലും, അസൂയയുടെ ശക്തികൾ കെട്ടിയതാണെങ്കിലും, എത്ര വർഷങ്ങൾ പഴക്കം അതിനുണ്ടെങ്കിലും ദൈവത്തെ ഇടിച്ചിടാൻ ഒരു നിമിഷം മതി. അതുകൊണ്ട് ലൂക്കോസ് 10-ാം അധ്യായം
17 മുതലുള്ള വാക്യങ്ങളിൽ 70 ശിഷ്യന്മാരെ കർത്താവ് ഒരു മിനിസ്ട്രിക്ക് വേണ്ടി അയച്ചു. അവർ മടങ്ങി വന്നിട്ട് പറഞ്ഞൊരു പദമുണ്ട്, ഗുരു, ഭൂതങ്ങൾ കൂടെ ഇപ്പോൾ ഞങ്ങളുടെ വാക്കുകളുടെ മുമ്പിൽ കീഴടങ്ങുകയാണ്. യേശു ആനന്ദിച്ച്, പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചിട്ട് ഇങ്ങനെ പറയുകയുണ്ടായി, എൻ്റെ ഹൃദയം സന്തോഷിക്കുകയാണ്. സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെ, തേളുകളെ, ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരികയാണ്. ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരുത്തുകയുമില്ല. യേശുവിടെ പറഞ്ഞൊരു പദമുണ്ട്, ദീർഘനാളുകളായി വീടുകളിൽ കെട്ടിയിരുന്ന സാത്താന്യ കോട്ടകൾ, ശാപം കൊണ്ട് കെട്ടിയത്, രോഗം കൊണ്ട് കെട്ടിയത്, വിവിധ മേഖലകളിൽ കെട്ടിയത്, ആഭിചാരത്താലും ദുർമന്ത്രവാദത്താലും കെട്ടിയത്, സാമ്പത്തികമായ ദുരന്തങ്ങളിട്ട് കെട്ടിയത്, ആത്മഹത്യ പ്രവണതയിട്ട് കെട്ടിയത്, നിങ്ങളുടെ ഭവനങ്ങളുടെ അകത്ത് വന്യതയുണ്ടാക്കിയത്, തലമുറ ജനിക്കാതിരിക്കാൻ അനുവദിക്കാത്ത വിവിധ മേഖലകളിൽ പിശാച് കെട്ടിയ കൊട്ടകൊത്തളങ്ങൾ, നിങ്ങൾ ആ വീടുകളിൽ പോയി സത്യസുവിശേഷം പങ്കുവെച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെയുള്ള കൊത്തളങ്ങൾ സാത്താൻ മിന്നൽ പൊലിയുന്നത് പോലെ പൊലിഞ്ഞു മാറുന്നത് ഞാൻ കണ്ടു. മാത്രമല്ല, അങ്ങനൊരു അധികാരം പുതിയ നിയമത്തിൽ ഞാൻ പകരുകയാണെന്ന് മാത്രമല്ല, അവയ്ക്കൊന്നിനും ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരുത്തുവാൻ കഴിയുന്നതുമല്ല. 38 ആണ്ടായി കൊളക്കരയിൽ കിടന്ന ഈ പക്ഷവാത രോഗിയെ യേശു സന്ധിക്കുകയാണ്. യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ന്യായമായിട്ടും ആ ചോദ്യത്തിന് ഒരു യുക്തിയുള്ള ചോദ്യമാണ് എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ വരുമ്പോഴാണ് വേദപുസ്തകത്തിലെ ഉപദേശങ്ങളോട് പലരും എതിർക്കുന്നത്. 38 ആണ്ടായി കുളം ഒരു ദൂതൻ വന്ന് കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യം പ്രാപിക്കുമെന്ന ക്രമത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ഇരിക്കുന്ന രോഗിയോട് കർത്താവ് എന്ന് ചോദിക്കുക, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ഇതിൻ്റെ അകത്ത് ഒരു ബൈബിൾ വാക്യം യേശുവിടെ അപ്ലിക്കബിൾ ആക്കുകയാണ്. റോമാലേഖനം 10:9-10 വാക്യങ്ങൾ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തുവെന്ന് വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും. നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റു പറയണം. ഇവന് വിശ്വാസമുണ്ട്, സത്യമാണ്. യേശു പറയുന്നത്, നിന്റെ വിശ്വാസം നിന്റെ ഹൃദയത്തിൻ്റെ അകത്തളത്തിലാണ് ഉള്ളത്. എന്നാൽ നിനക്കെതിരെ നിൽക്കുന്ന വാദഗതികൾക്ക്, പിശാചികൾക്ക്, ദൈവം കേൾക്ക്, നിന്റെ വിശ്വാസം നീ വാ തുറന്ന് ഏറ്റു പറയാൻ തയ്യാറാവുക. ഈ തിയോളജി, ഈ ദൈവത്തിൻ്റെ പദ്ധതി, ഈ ഉപദേശം കർത്താവ് പല സ്ഥലത്തും വേദപുസ്തകത്തിൽ അപ്ലിക്കബിൾ ആക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. മറിയയോട് ദൈവത്തിൻ്റെ ദൂതൻ അത്ഭുതകരമായൊരു കാര്യം പ്രസ്താവിക്കുമ്പോൾ ദൂതൻ അവളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്, ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇവൻ വാ തുറന്ന് കർത്താവിനോട് പറയുന്നുണ്ട്. വാക്യം ഇങ്ങനെ പറയുന്നു, 7-ാമത്തെ വാക്യം, രോഗി അവനോട്, യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ വായ് തുറന്നു. അവൻ പറയുന്ന കാര്യം ഇതാണ്, എനിക്ക് മനസ്സുണ്ട്, പക്ഷേ ഈ ക്രമമനുസരിച്ച് എന്നെ ആ കുളത്തിൽ ഇറക്കാൻ എനിക്കാരുമില്ല. 2, ഞാൻ അവിടെ ഇറങ്ങി ചെല്ലുമ്പോൾ വേറൊരുത്തൻ എനിക്ക് മുമ്പായി വന്ന് എൻ്റെ ആ സൗഖ്യം അവൻ തട്ടിയെടുക്കുകയാണ്. പൊതുവിൽ എല്ലാവരുടെയുമുള്ള വലിയൊരു സങ്കടമാണ്, എൻ്റെ പ്രശ്നങ്ങളിൽ, എൻ്റെ ആകുലതകളിൽ, എൻ്റെ വേദനകളിൽ എന്നെ മനസ്സിലാക്കാൻ ലോകത്തിൽ എനിക്കാരുമില്ല, എൻ്റെ സങ്കടം അറിയാൻ എനിക്കാരുമില്ല. പ്രിയ സഹോദര, സഹോദരി, നിന്റെ ഹൃദയത്തിലൂടെ 1000 തവണ പ്രതിസന്ധിയിൽ കടന്നുപോയ വാചകം, എനിക്കാരുമില്ല. ഞാൻ ധൈര്യപ്പെടുത്തുകയാണ്, ലോകത്തിൽ നിൻ്റെ പ്രതികൂലങ്ങളിൽ, രോഗത്തിൽ, നിൻ്റെ ഒറ്റപ്പെടലുകളിൽ, നിൻ്റെ ഏകാന്തതകളിൽ എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചപ്പോൾ, നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചപ്പോൾ, നിന്റെ ഭാര്യ നിന്നെ മനസ്സിലാക്കാതിരുന്നപ്പോൾ, ഭർത്താവ് നിന്നെ അറിയാതിരുന്നപ്പോൾ, മക്കൾ നിന്നെ അറിയാതിരുന്നപ്പോൾ ഇല്ല എന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ന് പകൽ കർത്താവ് നിന്റെ മുഖത്ത് നോക്കി നിന്റെ ചെവിക്കകത്തോട്ട് കയറി നിന്ന് ആത്മാവ് പറയുന്നു, ആരുമില്ലാത്ത നിനക്ക് യേശുവുണ്ട്. ആരുമില്ലാത്ത നിനക്ക് യേശു ഉണ്ടെങ്കിൽ ഇന്ന് വരെ കാണാത്ത അത്ഭുതം നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചിരിക്കും. യേശു അവനോട് പറഞ്ഞ വാക്കിതാണ്, നിന്നെ സഹായിക്കാൻ ആരുമില്ല. കുളം കലങ്ങുമ്പോൾ ഒരു ക്രമമുണ്ട്, എന്നാൽ ഇന്ന് വരെ നീ കണ്ട സകല പരിചയങ്ങളും അതൊരു ചരിത്രമാക്കി മാറ്റിക്കൊണ്ട് നിനക്ക് വേണ്ടി മാത്രം ഇന്ന് വരെ നീ കാണാത്തതും ഇന്ന് വരെ പരിചയിക്കാത്തതുമായ ഒരത്ഭുതം ഞാൻ ചെയ്യാൻ പോവുകയാണ്. കാരണം കുളമുണ്ടാക്കിയവൻ ഞാനാണ്, ദൂതനെ അയക്കുന്നവൻ ഞാനാണ്, ഇത് കലക്കുന്നവൻ ഞാനാണ്, സൗഖ്യമാക്കുന്നവന് ഞാനാണ്.
ഇന്ന് പകൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത മേഖലയിൽ എല്ലാ പരിചയങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് നീ പ്രതീക്ഷിക്കാത്തൊരു മേഖലയിൽ സ്വർഗം നിൻ്റെ ആവശ്യങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു വഴി തുറക്കാൻ പോവുകയാണ്, ഒരു വാതിൽ തുറക്കാൻ പോവുകയാണ്. ദീർഘനാളുകളായി നീ അന്വേഷിച്ച് നടന്ന ചിലത്, നീ ആഗ്രഹിച്ച് പിന്നാലെ നടന്ന ചിലത്, 23-ാം സങ്കീർത്തനം 5-ാം വാക്യം പറയുന്നത് പോലെ നന്മയും കരുണയും നിന്നെ പിന്തുടർന്ന് വരാൻ പോവുകയാണ്. നിന്നെ കണ്ടെത്തുന്നിടം വരെ നിന്നെ അത് പിന്തുടരും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി അത് പിന്തുടരും. ദോഷമല്ല, രോഗമല്ല, ശാപമല്ല, വേദനയല്ല, ഒരു നന്മ, ഒരു അനുഗ്രഹം, ഒരു ഉയർച്ച, ഒരു പദവി, ഒരു മാന്യത, ഒരു സമൃദ്ധി, ഒരു കവിഞ്ഞൊഴുക്ക് യേശുവിൻ്റെ നാമത്തിൽ നിന്നെ പിന്തുടരാൻ പോകുന്നു. നിന്നെ അന്വേഷിച്ച് കണ്ടെത്തുന്നിടം വരെ അത് നിന്റെ പിന്നാലെ വരാൻ പോവുകയാണ്. വിശ്വസിച്ച് ആമേൻ പറയുന്നവരുടെ മേൽ ദൈവശക്തി ആവരിക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവമക്കളെ, ഇവിടെ കർത്താവ് രോഗിയായ ഒരുവൻ്റെ അരികിലേക്കാണ് ഓടിച്ചെന്നത്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ കവർന്നഹൂമിൽ യേശു പ്രസംഗിക്കുന്നൊരു വീട്ടിൽ കർത്താവ് അവിടെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് വീട്ടിൽ ജനപ്പെരുപ്പമുണ്ടായി. ആളുകൾ തിക്കിത്തിരക്കി അവിടെ ഇരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കർത്താവുള്ള സ്ഥലത്ത് അത്രയും ജനങ്ങൾ വന്നത്? അവരുടെ ഫെയ്ത്ത് ലെവൽ, വിശ്വാസത്തിൻ്റെ ലെവൽ വളരെ അധികമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും ഒരു അനുഗ്രഹം പ്രാപിപ്പാൻ നമ്മളുടെ ഫെയ്ത്ത് ലെവലോ, നമ്മുടെ പ്രെയർ ലെവലോ, അനോയിൻറ്റിങ് ലെവലോ, ഹോളിനെസ് ലെവലോ, പ്രൈസ് ലെവലോ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒന്ന് ഉയർന്നു നിന്നാൽ ദൈവത്തിനൊരു അത്ഭുതം നമ്മിലേക്ക് സംഭവിക്കുവാനിടയായിത്തീരും. കവർന്നഹൂമിലെ വീട്ടിൽ യേശു പ്രസംഗിക്കുന്നത് അറിഞ്ഞുകൊണ്ട് ജനത്തിൻ്റെ ഫെയ്ത്ത് ലെവൽ വളരെ ഉയർന്നതായിരുന്നതിനാൽ യേശു പ്രസംഗിച്ച വീട്ടിൽ വലിയൊരു ജനത്തിരക്കുണ്ടായി. ആ സമയമാണ് 4 പേർ ഒരു പക്ഷവാത രോഗിയെ ചുമന്നുകൊണ്ട് ആ വീട്ടിലേക്ക് വരുന്നു. ഒരാളും അകത്തേക്ക് പോകുവാൻ ഇവർക്ക് അനുവാദം കൊടുക്കാതെ ഇരുന്ന സ്ഥലം എല്ലാവരും അവിടെ തന്നെ ഇരുന്നു. വേറൊരാൾക്കൊരു അവസരമേ കൊടുത്തില്ല. നല്ലൊരു രോഗിയെ എടുത്തുകൊണ്ട് വരുമല്ലോ, ഒരു ഹെൽപ്പ് ചെയ്തേക്കാമെന്ന് ആരും വിചാരിച്ചില്ല. ഇവർ മടങ്ങിപ്പോകാനും തയ്യാറായില്ല. ഇവർ ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചു എന്ന് വചനത്തിൽ നമുക്ക് പഠിക്കുവാൻ വേണ്ടി കഴിയും. മേൽക്കൂര പൊളിച്ച് ഈ രോഗിയെ കിടക്കയോടെ യേശു പ്രസംഗിക്കുന്നിടത്തേക്ക് ഇറക്കിക്കൊണ്ട് വരുമ്പോൾ കർത്താവ് ഒരു വിശ്വാസം കണ്ടിട്ട് രോഗിയോട് ഇങ്ങനെ പ്രതിവചിക്കുകയുണ്ടായി. നിന്റെ രോഗം മാറുന്നു എന്നല്ല പ്രതിവചിച്ചത്, നിന്റെ സകല പാപങ്ങളെയും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. വചനം പറയുന്നു, പാപത്താൽ രോഗവും രോഗത്താൽ മരണവും ലോകത്തിലേക്ക് വരികയുണ്ടായി. ഈ രോഗത്തിന് കാരണമായ പാപത്തിൻ്റെ വേരുകളെയാണ് യേശു വലിച്ചു പറിക്കുന്നത്. 3 തരത്തിൽ രോഗകാരണങ്ങളുണ്ടാകാം. കർത്താവ് യോഹന്നാൻ 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ട് അവനെ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവരുമ്പോൾ ചോദ്യത്തിന് ഉത്തരമായി കർത്താവ് ഇങ്ങനെ പറയുകയുണ്ടായി, ഇവനോ ഇവൻ്റെ മാതാപിതാക്കളോ പാപം ചെയ്തിട്ടല്ല ഈ രോഗമുണ്ടായത്, ദൈവത്തിൻ്റെ നാമം തക്ക സമയത്ത് ഇവയിൽ മഹത്വമെടുക്കേണ്ടതിനത്രേ. രോഗികളായി ഭാരപ്പെടുന്ന, കെടുതികളിൽ ഭാരപ്പെടുന്ന, ചില ദീർഘനാളുകളായി ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ ചോദിച്ചതിനൊക്കെ വ്യത്യസ്തമായിട്ട് തിക്താനുഭവങ്ങളുണ്ടായി ഭാരപ്പെടുന്ന ചിലരോടുള്ള ബന്ധത്തിൽ ഞാൻ പറയട്ടെ, നിനക്കൊരു നിറഞ്ഞ വിശ്വാസമുണ്ടെങ്കിൽ, പിറുപിറുക്കാത്തൊരു ഹൃദയമുണ്ടെങ്കിൽ, 100 പേരുടെ മുമ്പിൽ നീ ലജ്ജിതനായിട്ടുണ്ടെങ്കിൽ, 1000 പേരുടെ മുമ്പിൽ നീ ലജ്ജിതനായിട്ടുണ്ടെങ്കിൽ, 10,000 പേർ കാണുക ഒരു രാജ്യം മുഴുവൻ അറിയത്തക്ക മേഖലയിൽ, ഒരു വലിയ ജാതി മുഴുവൻ അറിയത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ നാമം നിന്നിൽ മഹത്വമെടുക്കുവാൻ, ഒരത്ഭുതം ചെയ്യാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ വിശ്വസിച്ചാട്ടെ. എല്ലാ രോഗവും പാപനിമിത്തമല്ല, എല്ലാ രോഗവും പിശാചല്ല, അതിന് പിമ്പിലുള്ളത് ഒരു ദുരാത്മാവല്ല, അശുദ്ധാത്മാവല്ല. ചില രോഗങ്ങൾ, ചില കെടുതികൾ, ചില പ്രതികൂലങ്ങൾ തക്ക സമയത്ത് ദൈവത്തിൻ്റെ നാമം മഹത്വമെടുക്കേണ്ടതിനത്രേ ദൈവം നൽകുന്നത്. ചില രോഗങ്ങളുടെ മുന്നിൽ അശുദ്ധാത്മാക്കളുണ്ട്. ഒരിക്കൽ യേശു ആലയത്തിൽ ചെല്ലുമ്പോൾ 18 വർഷമായി കൂനിയായ ഒരു സഹോദരിയെ കാണുകയുണ്ടായി. കർത്താവ് എല്ലാവരും കേൾക്കെ ഇങ്ങനെ പറഞ്ഞു, ഇവളും അബ്രഹാമിൻ്റെ സന്തതിയല്ലേ, ഇവളിൽ ഈ രോഗം വരുവാനുള്ള കാരണം വേറൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവളിലുള്ള ഭൂതത്തെ ശാസിച്ചു. വചനം പറയുന്നത്, ഭൂതം അവളിൽ വിട്ടുമാറി അവളുടെ കൂനെ നിവർന്ന് അവൾ നേരെ വരികയുണ്ടായി. ഈ എപ്പിസോഡിൽ സ്ക്രീനിന് മുമ്പിലായിരിക്കുന്ന വിശ്വസിച്ച് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ പിശാചാണ് രോഗത്തിന് കാരണമെങ്കിൽ, ദുരാത്മാവാണ് കാരണമെങ്കിൽ, ഒരു അശുദ്ധാത്മാവാണ് കാരണമെങ്കിൽ, യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ, യേശു കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന ക്രമത്തിൽ കർത്താവിൻ്റെ ഒരു സൗഖ്യം അങ്ങനെയുള്ളവരിലേക്ക് വ്യാപരിക്കും. എന്നാൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആ ഒരു രോഗം അനുവദിക്കപ്പെട്ടതെങ്കിൽ, രോഗം തരുന്നത് ദൈവമല്ല, അനുവദിക്കപ്പെട്ടതെങ്കിൽ അനേകരുടെ മുമ്പിൽ ദൈവനാമ മഹത്വമെടുക്കുവാൻ പരസ്യമായി കർത്താവിൻ്റെ ഒരത്ഭുതം നിൻ്റെ ശരീരത്തിൽ
അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഈ ലൂക്കോസ് 5 ഇവനെ പലരും എടുത്തുകൊണ്ടാണ് വന്നത്. കർത്താവ് അവനെ സൗഖ്യമാക്കുന്നു, അവൻ്റെ പാപം ക്ഷമിക്കുന്നു, കർത്താവ് അവൻ്റെ രോഗക്കിടക്കയെല്ലാം മാറ്റിവരിക്കുന്നു. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ രക്തസ്രവക്കാരിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവളെ ആരും നിർബന്ധിച്ചു കൊണ്ടുവന്നില്ല. അവൾ ഉള്ളിടത്തേക്ക് യേശു ചെന്നില്ല, യേശു ഉള്ളിടത്തേക്ക് അവൾ വന്നു. എൻ്റെ ദൈവമക്കളെ, കർത്താവ് ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ലിറ്ററലി ആയി അമേരിക്കയിലാണോ, ഇംഗ്ലണ്ടിലാണോ, ആഫ്രിക്കൻ രാജ്യങ്ങളിലാണോ, ഏഷ്യൻ രാജ്യങ്ങളിലാണോ, ഗൾഫ് രാജ്യങ്ങളിലാണോ? കർത്താവ് ഡൽഹിയിലുണ്ടോ, കൊച്ചിയിലുണ്ടോ? കർത്താവ് എവിടെയെങ്കിലും ഉണ്ടെന്ന് കേട്ടാൽ നാം എന്ത് വില കൊടുത്തവിടെ പോകാൻ തയ്യാറാകും. അറിയപ്പെടുന്ന ഒരു പ്രസംഗകനുണ്ടെന്ന് കേട്ടാൽ തന്നെ നാം വില കൊടുത്തവിടെ പോകാൻ തയ്യാറാവുന്നവരാണ്. യേശു കർത്താവ് തന്നെ എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ നാം ഉറപ്പായിട്ട് അവിടേക്ക് ചെന്നിരിക്കും. എന്നാൽ കർത്താവ് എവിടെയുണ്ട്? ഇപ്പോൾ ലിറ്ററലി ആയി കർത്താവ് എവിടെയുണ്ട്? ദൈവമക്കളെ, യേശു കർത്താവ് തലയായുള്ള കർത്താവിൻ്റെ ശരീരമാണ് ദൈവത്തിൻ്റെ സഭ. സഭയുള്ളിടത്തേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ അവിടെ കർത്താവിന് ശരീരത്തിൽ നിന്ന് വ്യാപരിക്കുന്ന ഒരു ആത്മമണ്ഡലം വെളിപ്പെടുവാനിടയായിത്തീരും. ഇവൾ അറിഞ്ഞു യേശു എവിടെയുണ്ടെന്ന്. അവൾ കർത്താവിനെ അന്വേഷിച്ചു ചെന്നു. ജനത്തിരക്ക് നിമിത്തം അവളുടെ സങ്കടമെന്ന് പറയാൻ യേശുവിനെ കൈ കിട്ടിയില്ല. വചനം പറയുന്ന അവൾ വിശ്വാസത്തോടെ യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലി തൊട്ട ഉടനെ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവളിലെ രോഗം മാറുകയുണ്ടായി. 5 നെഗറ്റീവ് ആസ്പെക്റ്റുള്ള സർട്ടിഫിക്കറ്റുകൾ ഈ സഹോദരിയുടെ കയ്യിലുണ്ട്. 12 വർഷമായി രക്തസ്രവം എന്ന രോഗം ബാധിച്ച സ്ത്രീ എന്നൊരു സർട്ടിഫിക്കറ്റ്. 2 വൈദ്യന്മാരാൽ ഏറിയൊന്ന് ഉപദ്രവിക്കപ്പെട്ടവളെന്ന സ്ത്രീ. 3 മുതലെല്ലാം വൈദ്യന്മാർക്ക് നൽകി സാമ്പത്തികമായി പരാധീനതയിലായ സഹോദരി സർട്ടിഫിക്കറ്റ്. 4 ജീവിതത്തിൽ ഒട്ടും സൗഖ്യം വരാത്ത സ്ത്രീ. 5 പരവശയായിത്തീർന്ന സ്ത്രീ. ഇന്ന് ഈ സ്ക്രീനിന് മുമ്പിൽ നെഗറ്റീവ് ആസ്പെക്റ്റിൽ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാവരാലും ഒറ്റപ്പെട്ട നിലയിൽ ആത്മഹത്യ അല്ലാതെ ഇനിയും യാതൊരു മാർഗവുമില്ല എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടാൽ അടുത്ത നിമിഷം നിൻ്റെ എല്ലാ ബന്ധനങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് സ്വർഗത്തിലെ ദൈവം അഴിച്ചു മാറ്റും. ആ സ്ത്രീയുടെ മേൽ ദൈവശക്തി വ്യാപരിച്ചു. എങ്ങനെ? ആ സ്ത്രീ അന്വേഷിച്ചു ചെന്നു. ഞാൻ 3 വ്യക്തികളെ പരിചയപ്പെടുകയുണ്ടായി. യോഹന്നാൻ 5 രോഗിയായ ഇടത്തേക്ക് യേശു ചെന്നു. ലൂക്കോസ് 5 യേശു ഉള്ളിടത്തേക്ക് രോഗി എടുത്തുകൊണ്ട് ചിലർ വന്നു. ഒരു പക്ഷേ ഇന്ന് ഈ സ്ക്രീനിന് മുമ്പിൽ നിങ്ങൾ നിർബന്ധിക്കപ്പെട്ടായിരിക്കാം വന്നിരിക്കുന്നത്. ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോഴേ സ്ക്രീനിന് മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. ആരോ നിർബന്ധിച്ച് നിന്നെ ഇരുത്തിയതാണെങ്കിൽ നിന്നെയും കർത്താവ് സ്നേഹിക്കുന്നു. നിൻ്റെ മേലുള്ള ബന്ധനം കർത്താവ് അഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ 3ാമത്തെ അനുഭവം നാം പഠിക്കുകയുണ്ടായി. മർക്കോസ് 5 യേശു ഉണ്ടെന്ന് അറിഞ്ഞ് ആഗ്രഹിച്ചു ചെന്ന ആ സ്ഥലത്ത് യേശുവിൻ്റെ ശാസ്ത്രത്തിൽ നിന്നൊരു ശക്തി ഈ സ്ത്രീയിലേക്ക് പുറപ്പെടുകയുണ്ടായി. നിങ്ങൾ ഏത് കാറ്റഗറിയിലായാലും ഇന്ന് ഈ പ്രോഗ്രാം നിമിത്തം ഒരത്ഭുതം നിങ്ങളിലേക്ക് സ്വർഗത്തിലെ ദൈവം പകരാൻ ആഗ്രഹിക്കുകയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ ജനത്തിന് വേണ്ടി ഇപ്പോൾ ഞാൻ ഇടിവിൽ നിൽക്കുന്നു. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യം വരും. പുതുഭാഷകളിൽ സംസാരിക്കും. മരണകരമായ ഏത് കുടിച്ചാലും അവർക്ക് ഹാനി വരത്തില്ല. കർത്താവേ, ദൈവജനം വിശ്വസിച്ച ഇപ്പോൾ ഒരാവശ്യത്തോടുള്ള ബന്ധത്തിൽ, രോഗത്തോടുള്ള ബന്ധത്തിൽ, ഒരു പ്രതികൂലത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തോട് അങ്ങ് കരുണ കാണിക്കണം. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു കർത്താവിൻ്റെ ദിവ്യശക്തി അവരുടെ ശരീരങ്ങളിലും അവരുടെ പ്രിയരിലും ഇപ്പോൾ വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് ലഭ്യമായ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ശരീരാത്മദേഹികളിൽ വിടുതലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രയർ ലൈനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയും. നല്ല അനുഭവങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അടുത്ത ആഴ്ച ഇതേ സമയം ബൈബിൾ ടുഡേയിൽ നാം കണ്ടുമുട്ടുന്നിടം വരെ പൂർണ്ണ സമാധാനത്തിലും ആനന്ദത്തിലും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഐ ലവ് യു.